എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ദ്വിതീയ വർണ്ണം പച്ച, മഞ്ഞ, നീല, ചുവപ്പ് തന്നിരിക്കുന്നവയിൽ ദ്വിതീയ വർണ്ണം ഏതാണ്? ഓപ്ഷൻ ബി മഞ്ഞ. തന്നിരിക്കുന്നവയിൽ മഞ്ഞയാണ് ദ്വിതീയ വർണ്ണം. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി കൂടിയ വിഷാംശം. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് കൂടിയ വിഷാംശത്തെയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ ബി 1859. 1859 കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചതാര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ഓപ്ഷൻ ബി നാഗം അയ്യ. നാഗം അയ്യയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത്. ഓസോൺ ദിനം എന്നാണ്? ഓസോൺ ദിനം ഓപ്ഷൻ ബി സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഓപ്ഷൻ എ ബിറ്റുമിൻ. ബിറ്റുമിനാണ് കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത. ഓപ്ഷൻ എ മനോഹര ഹോൾക്കർ. മനോഹര ഹോൾക്കറാണ് ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത. ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. ദേശീയ പതാകയിലെ മധ്യത്തിലെ അശോക ചക്രത്തിൻ്റെ നിറം. ദേശീയ പതാകയിലെ മധ്യത്തിലെ അശോക ചക്രത്തിൻ്റെ നിറം. ഓപ്ഷൻ ഡി നാവിക നീല. ദേശീയ പതാകയിലെ മധ്യത്തിലെ അശോക ചക്രത്തിൻ്റെ നിറം നാവിക നീലയാണ്. നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം. നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം. ഓപ്ഷൻ ബി മ്യാൻമർ. മ്യാൻമറാണ് നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം. സിക്കിമിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. സിക്കിമിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ എ നാഥുല. നാഥുല ചുരമാണ് സിക്കിമിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നത്. തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഏതിനം സസ്യചലനമാണ്? തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഏതിനം സസ്യചലനമാണ്? ഓപ്ഷൻ സി നാസ്റ്റിക ചലനം. തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഒരു നാസ്റ്റിക ചലനമാണ്. ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം. ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം. ഓപ്ഷൻ എ മോൾ. മോളാണ് ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിതയാര്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിതയാര്? ഓപ്ഷൻ എ താനിയ ഷെർഗിൽ.
താനിയ ഷെർഗിലാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിത. ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി സ്വർണം. സ്വർണവുമായിട്ടാണ് ഓറം എന്ന പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഗ്രഹമേത്? സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഗ്രഹം. ഓപ്ഷൻ ഡി ശുക്രൻ. ശുക്രനാണ് സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഗ്രഹം. ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഓപ്ഷൻ എ സിഫിലിസ്. സിഫിലിസ് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്. മജുലി എന്ന നദീദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മജുലി എന്ന നദീദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി എന്ന നദീദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. കെ-ടെറ്റ് ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ്? കെ-ടെറ്റ് ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ്? ഓപ്ഷൻ എ അധ്യാപകർ. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് കെ-ടെറ്റ്. ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ഡി ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫാണ് ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വെസ്റ്റ് നൈൽ എന്ന പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നദി, ആത്മകഥ, അസുഖം, യാത്രാവിവരണം. വെസ്റ്റ് നൈൽ എന്ന പേര് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി അസുഖം. വെസ്റ്റ് നൈൽ എന്നത് ഒരു അസുഖമാണ്. ഇന്ത്യയിൽ ഭക്ഷ്യധാന്യം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഭക്ഷ്യധാന്യം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഭക്ഷ്യധാന്യം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ സി ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം? ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം? ഓപ്ഷൻ ഡി മധുര. മധുരയിലാണ് ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നത്. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻ ഡി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത്. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ് ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ
സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തുന്നത്? ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തുന്നത്? ഓപ്ഷൻ സി, വലത് ഓറിക്കിൾ. ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ വലത് ഓറിക്കിളിലാണ് എത്തുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ? ഓപ്ഷൻ എ, പൊയ്കയിൽ കുമാരദേവൻ. പൊയ്കയിൽ കുമാരദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ഓപ്ഷൻ ബി, പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാര്? പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ ഡി, ലൂയി പാസ്ചർ. ലൂയി പാസ്ചറാണ് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ, ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത്? വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ, സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര്? ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര്? ഓപ്ഷൻ ഡി, ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ ആണ് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, ചെറുശ്ശേരി. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? ഓപ്ഷൻ എ, ഇന്ത്യ. ഇന്ത്യയാണ് പ്രഥമോദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തതേത്? താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് തന്നിരിക്കുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ സി, ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? ഓപ്ഷൻ സി, 11. 11 മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ്? ഓപ്ഷൻ ബി, 212. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായത് 212 ഫാരൻഹീറ്റ് ആണ്. ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം? ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം? ഓപ്ഷൻ ബി, 1947. 1947 ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ?
ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രം. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. ഓപ്ഷൻ എ മംഗലാപുരം. മംഗലാപുരമാണ് നേത്രാവതിയുടെ തീരത്തുള്ള പട്ടണം. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. ഓപ്ഷൻ ബി കല്ലൻ പൊക്കുടൻ. കല്ലൻ പൊക്കുടനാണ് കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗമേത്? തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം. ഓപ്ഷൻ ബി വരയാട്. വരയാടാണ് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര്? SNDPയുടെ ആദ്യ സെക്രട്ടറി. ഓപ്ഷൻ സി കുമാരനാശാൻ. കുമാരനാശാനായിരുന്നു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.